ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ആളമർത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് ക്ഷമ ചോദിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. എന്തുകൊണ്ടെന്നാൽ പ്രേക്ഷകർ ആണല്ലോ പ്രധാനമായിട്ടും ഒരു യൂട്യൂബറുടെ വിജയം. സബ്സ്ക്രൈബറും പ്രേക്ഷകരും ലൈക്കും ഒക്കെ ചെയ്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഒരു യൂട്യൂബർക്ക് കിട്ടുന്ന പ്രോത്സാഹനം അഥവാ ആ യൂട്യൂബ് ചെയ്യാനുള്ള ഒരു പ്രചോദനം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രേക്ഷകരോട് ഒരു അബദ്ധം പറ്റിയത് ഞാൻ ക്ഷമാപണം നടത്തിക്കൊണ്ടാണ് ആദ്യമായിട്ട് തുടങ്ങുന്നത്. എന്തുകൊണ്ടെന്നാൽ സുനിത ദേവദാസ് എന്ന് പറയുന്ന ഒരു സെക്കുലർ തട്ടകത്തിൽ നിന്നുകൊണ്ട് നോക്കണം, ഒരു പ്രതിബദ്ധത, അതാണ് തൻ്റേതായിട്ടുള്ള ആർജവത്തോടുകൂടെ നട്ടെല്ലുയർത്തി, അഥവാ സാധാരണ നമ്മൾ പറഞ്ഞാൽ പുരുഷൻക്കാണ് നട്ടെല്ലുയർത്തുക എന്നാണ്. എന്നാൽ ശരിക്ക് സ്ത്രീകളിൽ നിന്ന് നട്ടെല്ലുയർത്തി യാതൊരു ഭരണകൂടത്തോട് പേടിയില്ലാതെ നോക്കണം, മറ്റൊന്നിനോടും ഭയമില്ലാതെ ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ആർജവത്തോടുകൂടെ വ്ളോഗ് ചെയ്യുന്ന ഒരു മാന്യ വനിതാ വ്യക്തിത്വമാണ് യഥാർത്ഥത്തിൽ സുനിത ദേവദാസ്. ആ സുനിത ദേവദാസിൻ്റെ വ്ളോഗുകൾ 2 മാസമായിട്ട് കാണാതായപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ആളുകളും എന്താണ് സുനിതയ്ക്ക് പറ്റിയത് എന്ന്, അവരുടെ സ്വന്തം ഒരു മകളെ പോലെ അല്ലെങ്കിൽ ഒരു സഹോദരിയെ പോലെ, ഒരു ചെറിയ കൊച്ചുകുട്ടികൾ പോലും അവരുടെ എന്താ പറയുക അമ്മയെപ്പോലെ ആ സുനിത ദേവദാസിനെ കണ്ടിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവരുടെ വായിൽ നിന്ന് വരുന്ന ആ വാക്കുകൾ അത്രമാത്രം ക്രെഡിബിലിറ്റി ഉള്ളതാണ്, വിശ്വാസ്യതയുള്ളതാണ്. മാത്രമല്ല ഈ സംഘികൾ പെരുപ്പിച്ച് കാണിക്കുന്ന ഈ മതവിദ്വേഷത്തെ നോക്കണം, പരസ്പരം തമ്മിലടിപ്പിക്കാൻ വേണ്ടി പരസ്പരം മെനക്കെട്ടുകൊണ്ടിരിക്കുന്ന ഈ മീഡിയകളുടെ കാലത്ത് നോക്കണം, അതാണ് അവർ ആദ്യം തന്നെ ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് കുളം കലക്കുന്ന ചെന്നായ്ക്കളാര് എന്നാണ്. കുളത്തിൽ വിഷം കലക്കുന്ന ചെന്നായ്ക്കളാര്, അതൊരു പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. അവർ ആദ്യം തന്നെ ചെയ്ത വ്ളോഗ് അതാണ്. അപ്പം ഞാനിതാ നിങ്ങളോട് പറയുന്നു, യഥാർത്ഥത്തിൽ എനിക്ക് പറ്റിയിട്ടുള്ള തെറ്റിദ്ധാരണ യഥാർത്ഥത്തിൽ എന്തായിരുന്നു ഈ സുനിതയെ പറ്റി, സുനിത എവിടെയായിരുന്നു എന്ന് എല്ലാവരും അത്ഭുതപ്പെട്ടതുപോലെ തന്നെ സുനിത ദേവദാസ് എവിടെയായിരുന്നു എന്ന ഒരു സ്വതസിദ്ധമായ ബേജാർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തം സഹോദരിയെ പോലെ അതോടൊപ്പം അമ്മ പോലെ അതുപോലെ തന്നെ മകളെ പോലെയൊക്കെ കണ്ടിരുന്ന ആളുകൾക്ക് സുനിത ദേവദാസിൻ്റെ വ്ളോഗുകൾ കാണാതായപ്പോൾ ഈ വർഗീയമായിട്ട് വിഷം കലക്കിക്കൊണ്ടിരിക്കുന്ന എന്താ പറയുക ചാനലുകൾ മാത്രം, ജനൻ TV മാത്രമല്ല, ഇപ്പോൾ ഈ പെഹൽഗാം സംഭവത്തിൽ നിങ്ങൾ അറിയുമോ, യഥാർത്ഥത്തിൽ ഈ പെഹൽഗാമിൻ്റെ വിഷയത്തിൽ തന്നെ ധാരാളം കൊയ്ത്ത് നടത്തി, അഥവാ നിങ്ങൾക്ക് അറിയാൻ കഴിയും യൂട്യൂബിൽ മികച്ച നിലവാരം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്കോർ പൊങ്ങിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ചാണക സംഘീയരുടെ ഓരോ ചാനലുകളിലും അങ്ങേയറ്റം ഉയർന്നു നിൽക്കുകയാണ് അവരുടെ ചാനലുകളിലെ വ്യൂവേഴ്സ്. അവരുടെ ലൈക്കും അവരുടെ ഷെയറും അവരുടെ റെക്കമെൻഡേഷനും ഒക്കെ അത്രമാത്രം വലുതായിട്ട് നിൽക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ആളുകൾക്ക് പറ്റിയത്? ഇപ്പോൾ ഉദാഹരണം ന്യൂസ് 18 കേരളം എന്ന് പറയുന്ന ഒരു ചാനൽ വന്നിട്ടുണ്ട്. തികച്ചും ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന നോക്കണം, ജനൻ TVയേക്കാൾ നമ്മൾ ഭയപ്പെടേണ്ട ഒരു ചാനലായിട്ട് അത് കുതിച്ചുയരുകയാണത്. യഥാർത്ഥത്തിൽ ഒരു മണിക്കൂറിനകം തന്നെ 2K 3K 500K ഒക്കെ 500K 1000K ഒക്കെ ആയിത്തീരുന്ന വ്യൂവേഴ്സ് ഈ പറയുന്ന ഈ വർഗീയത വിളമ്പിക്കൊടുക്കുമ്പോൾ, വർഗീയത നമ്മൾ സാധാരണയുണ്ടല്ലോ, നമ്മൾ ഒരു സദ്യക്ക് വിളിച്ചു, ആ സദ്യക്ക് ആ വരുന്ന ആളുകൾക്ക് വിളമ്പിക്കൊടുക്കുന്ന വിഭവങ്ങൾ എത്രത്തോളം നന്ന്, അതിനനുസരിച്ചാണ് അവർ ഉപയോഗിക്കുന്നത് എന്നതുപോലെ ഇവിടുത്തെ ജനങ്ങളുടെ പൾസ് അറിഞ്ഞ് അവർക്ക് വർഗീയ വിഭവമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നത് മനസ്സിലാക്കി ഈ ന്യൂസ് 18 കേരളം, അതോടൊപ്പം തന്നെ ജനം, കാവ്യപട, കർമ്മ തുടങ്ങിയിട്ടുള്ള, അതോടൊപ്പം തന്നെ വ്യക്തിപരമായ രാജേഷ് നാഥൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ, അഫ്കാരി, ഇങ്ങനെ പറയുന്ന പല സംഘി ചാനലുകളും അഥവാ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള വിഭവങ്ങൾ അഥവാ വർഗീയ വിഭവങ്ങൾ വിളമ്പിക്കൊടുക്കുന്നത് അപ്പാട് ആളുകൾ അടിച്ചു കലക്കി കുടിക്കുകയാണ്. ആ സമയത്താണ് സുനിത ദേവദാസിൻ്റെ വ്ളോഗുകൾ അപ്രത്യക്ഷമായ, അഥവാ ആ സുനിത ദേവദാസിൻ്റെ ആ വിടവ് മൂലമുണ്ടായ വേദന അനുഭവിച്ചത്. ആലോചിച്ച് നോക്കൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും സംഗീത ചാനലുകൾ അത് ആഘോഷിച്ചു. അങ്ങനെ സംഗീത ചാനലുകളിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു വിവരവും ഞാൻ സ്വാഭാവികമായിട്ട് പങ്കുവച്ചു. അതാണ് സുനിത ദേവദാസ് ചാനൽ പൂട്ടി എന്ന് ഞാൻ പറഞ്ഞത്.
സാധാരണ രീതിയിൽ അവർ വിചാരിച്ചാൽ ഭരണകൂടത്തെ സ്വാധീനിച്ച് അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ അങ്ങനെ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇപ്പം നമ്മുടെ സംസ്ഥാനത്തിൽ വരെ വിശാൽ മീഡിയക്കാരൻ യാതൊരു തെറ്റായിട്ടുള്ള വ്ളോഗും അദ്ദേഹം ചെയ്തതായിട്ട് എനിക്കറിവില്ല. ഞാനൊരു വ്ളോഗ് ചെയ്തിരുന്നു, അതൊന്നും ആളുകളിൽ എത്തിയില്ല. അതുപോട്ടെ. അപ്പോൾ ആ വിശാൽ മീഡിയക്കാരൻ ഫക്രുദ്ദീൻ പന്താവൂർ, വിശാൽ മീഡിയ, അദ്ദേഹം ഇപ്പോഴും റിമാൻഡ് കാലം കഴിഞ്ഞോ പുറത്തു വന്നോ ഒന്നും ആർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ എന്നതുപോലെ തന്നെ ആരിസ് മദനി, ആ ആരിസ് മദനിയുടെ ചാനൽ എന്താണ് അത്? യൂട്യൂബ് കൂട്ടിയതല്ല, ആലോചിച്ച് നോക്കൂ, ഒരു കോപ്പിറൈറ്റ് വന്നതല്ല, പിന്നെ എന്താണ്, ഒരു വയലേഷനുമല്ല. ഇവിടെ നമ്മുടെ സംസ്ഥാന സർക്കാർ പൂട്ടിയതാണ്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പോൾ ആരിസ് മദനിയുടെ അതും ഒരു സെക്കുലർ തട്ടകത്തിൽ നിന്ന് തന്നെ അദ്ദേഹം ചെയ്തിരുന്ന ബ്ലോഗാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു സംഗീത് ചാനലിൽ നിന്ന് ഞാൻ കണ്ട ഒരു വാർത്ത സത്യമാണെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ സുനിത ദേവദാസിൻ്റെ ചാനൽ പൂട്ടി എന്നൊരു വാർത്ത മാത്രമാണ് പറഞ്ഞത്. അതല്ലാതെ അവരെ നിന്ദിക്കുകയോ അവരെ അപമാനിക്കുകയോ ഒന്നും ചെയ്തതല്ല. മറിച്ച് ഇത്രയും കാലമായിട്ട് അഥവാ ഈ സംഘികളുടെ വർഗീയ കൊയ്ത്തിൽ തികച്ചും സാന്നിധ്യം ആവശ്യമായിരുന്ന ഒരു വ്യക്തിത്വമാണ് സുനിത ദേവദാസ്. ആ സുനിത ദേവദാസിൻ്റെ വ്ളോഗുകൾ കാണുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും വിചാരിച്ചതുപോലെ, അതല്ലെങ്കിൽ ഈ 2 മാസക്കാലം ഒരു വ്ളോഗും ചെയ്യാതിരുന്നത് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ്? സുനിത ദേവദാസിന് ഒരു മെയിൽ അയച്ച് അവിടെ ഇപ്പോഴത്തെ സ്ഥിതി എന്ത് എന്ന് മനസ്സിലാക്കുന്നതിന് നമുക്ക് ആർക്കും സാധിക്കുമായിരുന്നില്ല, അറിയുമായിരുന്നില്ല. അവരുടെ ഫോൺ നമ്പറോ അവരുമായിട്ട് ബന്ധപ്പെടാവുന്ന മറ്റോ മേഖലകളോ ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് കൂടുതൽ സംശയങ്ങളും ഊഹങ്ങളും വാർത്തയാക്കുകയല്ലാതെ വേറെ എന്താ ചെയ്യുക? അതുകൊണ്ട് തന്നെ ഞാൻ 500-ലേറെ കമൻറ്റുകൾ എനിക്ക് ആ സുനിത ദേവദാസിനെ പറ്റി ചെയ്ത ബ്ലോഗിൽ വന്നിട്ടുണ്ട്. അതിൽ കേവലം ഒരു 75% യഥാർത്ഥത്തിൽ ആ കമൻറ്റുകളിൽ നല്ല കമൻറ്റുകളാണുള്ളത്. മറിച്ച് 25% ആളുകളാണ് ഈ കേരളക്കരയിൽ ഈ വർഗീയത അഥവാ ഈ സുനിത ദേവദാസിനെ പോലെ തന്നെ വ്യക്തിപരമായി എന്നോടും അവർക്ക് എത്രമാത്രം വെറുപ്പും പകയുമുണ്ട് എന്ന കാര്യം ആ സുനിത ദേവദാസിൻ്റെ വ്ളോഗ് ചെയ്തതിലൂടെ എനിക്ക് തിരിച്ചറിയാനായി. കേവലം ഒരു 20-25% മാത്രം വളരെ മോശമായ രീതിയിൽ അമ്മയില്ലാത്ത, പെങ്ങളില്ലാത്ത, മക്കളില്ലാത്ത അതേ രീതിയിലാണ് ഒരു സ്ത്രീയോട് സംഘികൾ പ്രതികരിച്ചിട്ടുള്ളത്. ഞാനത് വളരെ വഷളത്തരം തോന്നുകയാണ്. യഥാർത്ഥത്തിൽ ആ കമൻറ്റ് നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ കമൻറ്റ് പോലും ഇതിൽ സമർപ്പിക്കാതിരിക്കുന്നത്. കാരണം അത്രമാത്രം വളരെ മോശമായ ഭാഷയിൽ ഒരിക്കലും ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ കഴിയാത്തത്, അത്രമാത്രം നീചവും ഏറ്റവും മോശവുമായിട്ടുള്ള രീതിയിൽ. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യന്മാർ തമ്മിൽ ഉടക്കി അതിൽ നിന്ന് എത്രയോ, അഥവാ നമ്മളൊക്കെ പറയുമല്ലോ മുട്ടനാടിനെ പരസ്പരം എന്താ പറയുക അടുപ്പിച്ച് ഈ പറയുന്ന ന്യൂസ് 18 കേരളവും അതോടൊപ്പം തന്നെ ജനം TV-യും അതോടൊപ്പം തന്നെ കാവിപ്പട, കർമ്മ TV-യും ഒക്കെ കൊയ്ത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ എന്താ പറയുക പൽഗഹാം സംഭവത്തിൽ. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. കാരണം അപ്പോൾ ഈ സംഭവത്തെക്കുറിച്ചാണ് ഞാൻ അന്ന് പ്രതികരിക്കേണ്ടി വന്നത്. മാത്രമല്ല നമുക്കൊക്കെ അറിയുന്നത് പോലെ ഈ പൽഗഹാമിൽ നടന്ന സത്യാവസ്ഥ ഇപ്പോഴും യഥാർത്ഥത്തിൽ ബോധ്യപ്പെട്ടിട്ടില്ല. മാത്രമല്ല പൽഗഹാമിൻ്റെ ഈ സംഭവത്തോടു കൂടെ കൂടുതൽ പ്രയാസത്തിലായത് കേരളത്തിലെ വരെ വയോധികരായ മുസ്ലിങ്ങൾ പോലും ഇപ്പോൾ പിടിക്കപ്പെട്ട് അവരെ പാകിസ്ഥാനിലേക്ക് നാടുകടത്തണം എന്ന രീതിയിലേക്ക് വന്നിരിക്കുകയാണ് കാര്യങ്ങളൊക്കെ. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നിന്ന് ഞാൻ പറഞ്ഞില്ല, കാലങ്ങളായി ഇന്ത്യയിൽ ബിസിനസ്സും വീടും കുടുംബവുമായിട്ട് കഴിയുന്നവരെ വരെ ഇവിടുന്ന് പാകിസ്ഥാനിലേക്ക് ആട്ടിപ്പായിക്കണമെന്ന ഒരു സംഘി തീരുമാനം, സംഘി ഭരണകൂടത്തിൻ്റെ തീരുമാനം അത്യധികം ഖേദകരമായിരിക്കുന്നു. അതാണ്. അതോടൊപ്പം തന്നെ ആലോചിച്ച് നോക്കൂ നിങ്ങൾ, വെള്ളം പോലും ആ കാശ്മീർ ഈ സംഭവത്തിൻ്റെ ഭാഗമായിട്ട് ആ പാകിസ്ഥാനിലെ പാവപ്പെട്ട അഥവാ പാർശ്വവൽക്കരിക്കപ്പെട്ട പണക്കാരെ സംബന്ധിച്ച് ഒന്നും പ്രശ്നമല്ല. അവർക്ക് ഇഷ്ടം പോലെ ഇനി ഭരണകൂടം ഏതെങ്കിലും ഒരു പദ്ധതി തടഞ്ഞു എന്നതുകൊണ്ട്, ഒരു ജലപദ്ധതി തടഞ്ഞു എന്നതുകൊണ്ട് അവിടുത്തെ പ്രമാണി വർഗത്തിനോ രാഷ്ട്രീയ ഉപരിവർഗത്തിനോ യാതൊന്നും സംഭവിക്കുകയില്ല. മറിച്ച് അവിടുത്തെ ഈ വെള്ളം ആശ്രയിച്ച് കഴിയുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് മാത്രമാണ് ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാവുക. അവർ ഈ കുടിനീര് കിട്ടാതെ വലഞ്ഞു പോകും, മരിച്ചു പോകും, ബുദ്ധിമുട്ടിപ്പോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയേറെ ക്രൂരത ചെയ്യുന്നതിന് പ്രേരിപ്പിച്ചത് ആലോചിച്ച് നോക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ യഥാർത്ഥത്തിൽ ഇതിൻ്റെ നേട്ടവും ഇതിൻ്റെ ലാഭവും ആർക്കുള്ളതാണ് എന്ന് ഏതൊരു ചെറിയ ബുദ്ധിയുള്ളവനെ സംബന്ധിച്ചും മനസ്സിലാക്കാൻ എളുപ്പമാണ്. മാത്രമല്ല സൗദി അറേബ്യയിൽ നിന്ന് വിസിറ്റിംഗ് വെട്ടിക്കുറച്ച് പെട്ടെന്ന് തന്നെ ഓടിയെത്തുന്നത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് സദസ്സിലേക്കാണ്, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്കാണ് ഓടിയെത്തിയത്.
ആലോചിച്ച് നോക്കൂ. എന്താ കാരണം? അവിടെ എലക്ഷൻ നടത്താൻ പോവുകയാണ്. അപ്പോൾ ജനങ്ങളുടെ മനസ്സിലൊക്കെ ലൈവായിട്ട് ഈ വർഗീയത ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മാത്രമാണ് ഈ വർഗീയതയുടെ, ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ വർഗീയ കൊയ്ത്ത് നടത്തണമെങ്കിൽ, അഥവാ വർഗീയതയുടെ വിത്ത് വിതച്ച് വർഗീയത കൊയ്തെടുക്കണം. ആലോചിച്ച് നോക്കണം. അതിന് വേണ്ടിയിട്ടുള്ള തിരക്കിലാണ് യഥാർത്ഥത്തിൽ ഈ മോഡി ഭരണകൂടവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച വേണം, അല്ലെങ്കിൽ ആലോചിക്കണം, ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. പലതുമുണ്ട്. അവിടുത്തെ സെക്യൂരിറ്റി പ്രശ്നമുണ്ട്. നമ്മുടെ ഒരു വിമാനത്താവളത്തിലാണെങ്കിൽ പോലും നമ്മൾ എത്രയോ എന്താ പറയുക ചെക്കിങ്ങിന് വിധേയമാകുന്നു. അപ്പോൾ ഇത്രയും ഭീകരവാദികൾ എപ്പോഴും കടന്നു വരാൻ സാധ്യതയുള്ള നമ്മുടെ അതിർത്തികളിലൊന്നും തന്നെ എന്തുകൊണ്ട് ഒരു വൻമതിൽ കെട്ടുന്നില്ല, എന്തുകൊണ്ടൊരു കമ്പിവേലി കെട്ടുന്നില്ല? അതൊന്നും നടത്താതെ എപ്പോഴും നുഴഞ്ഞുകയറ്റക്കാർക്ക് കാൽനടയായും മറ്റെന്താ പറയുക വാഹനയാത്രയിലും കുതിരപ്പട യാത്രയിലും ഒക്കെ അങ്ങോട്ട് കടന്നു വരാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സുരക്ഷാ പ്രശ്നം തന്നെയാണ് പിന്നീട് ഈ പറയുന്ന സുനിതയും അവരുടെ വ്ളോഗിൽ പറഞ്ഞത്. ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇതാണ്. അല്ലാതെ എന്നോട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ വല്ലതും നിങ്ങൾക്ക് വിഷമകരമായി ഞാനൊരു ഫേക്ക് ചെയ്തിട്ടുണ്ട് എന്ന തെറ്റിദ്ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇപ്പോൾ അത് തീർന്നിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ എങ്ങനെയും അത് ഖേദിക്കുന്നതിൽ അഥവാ മാപ്പ് ചോദിക്കുന്നതിൽ പ്രേക്ഷകരോട് ഇനി സുനിതാ ദേവദാസിന് അതുവഴി വല്ല വേദനയും തോന്നിയിട്ടുണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെടാൻ എനിക്ക് യാതൊന്നും സംവിധാനങ്ങളുമില്ല. ഉണ്ടെങ്കിൽ ഈ എളിയവനോട് ബന്ധപ്പെടാൻ എനിക്ക് എങ്ങനെയാണ് കഴിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. ഞാൻ വേണമെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ കൂടെ ഇതിൽ വെക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിനെ പിൻ ചെയ്ത് എൻ്റെ കമൻറ്റിൽ എൻ്റെ ഫോൺ നമ്പർ ഞാൻ വെക്കുന്നുണ്ട്. സംശയങ്ങൾ നിങ്ങൾ എന്നെ വിളിച്ചറിയിക്കുകയോ കമൻറ്റിൽ പറയുകയോ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.